കർത്താവേ രാശിയുള്ള തേടിയ നാരായണൻ നടന്നു വരുന്നു. നാരായണ ഞാൻ പാർട്ടി ഓഫീസിൽ പോണു. ഒരു അടിയന്തര മീറ്റിംഗ് ഉണ്ട്. അതാ മച്ചമ്മ പറഞ്ഞായിരുന്നു. പിന്നെ പൈസ എന്തൊരു പണ്ട് കയ്യില് എന്തിനാ ഉണ്ട്? പൈസ ഉണ്ടോ? പൈസ ഉണ്ട്. എന്തിനാ? ഒരു 300 വേണം. 300 250 മതി. പാർട്ടി പെട്ടെന്ന് പോണം. അല്ല പാർട്ടി ഓഫീസിൽ പോക്കോ, പൈസ എന്നിട്ട് പോക്കോ. അല്ല ഈ പൈസ തരാൻ പറ്റത്തില്ല. എന്താ ഈ പൈസ തരുന്നതിന്? നിങ്ങളുടെ പോക്കറ്റ് ഇരിക്കുന്ന പൈസ തരുന്നതിന് നിങ്ങൾക്ക് എന്താണ് പാട്? മുത്തുലക്ഷം പൈസയാണ്. മുത്തുലക്ഷം ചോദിക്കണം. മുത്തുലക്ഷം ചോദിക്കാൻ തരാൻ പറ്റില്ല. എങ്കിൽ ഫോൺ എടുത്ത് ചോദിച്ചു. ഒരു 300 ചോദിച്ചു. ഫോണിൽ സമ്മതിക്കരുത്. നേരിട്ട് ചോദിച്ചല്ലേ തരുള്ളൂ. എനിക്ക് വാ നേരിട്ട് ചോദിക്കാം. ഇപ്പൊ അത്യാവശ്യം പാർട്ടിക്ക് മീറ്റിംഗ് ആണ്. ഞാൻ ചോദിച്ചോട്ടെ, ഇതിപ്പോ വീട്ടിൽ ചെന്നിട്ടല്ലേ മുത്തുലക്ഷ്മി ചേച്ചി കൊടുക്കത്തുള്ളൂ. മീറ്റിംഗ് കഴിഞ്ഞപ്പോ പോ. മീറ്റിംഗ് കഴിഞ്ഞിട്ട് അത് പറയാൻ പറ്റത്തില്ല. വൈകുന്നേരം ആവത്തില്ലേ? വൈകുന്നേരം ആവും. വൈകുന്നേരത്തുള്ളിൽ ഞാൻ നടരാനെ കണ്ടി പൈസ അങ്ങ് തിരിച്ചേരാ. വൈകുന്നേരത്തിൽ ഇതൊരു ആറ്റിങ്ങിൽ ഒരു ബൈക്ക് ഇരിക്കുന്നത്, അത് എടുക്കാൻ വേണ്ടിട്ടാ. അപ്പൊ ഇവിടുന്ന് ബസ് കയറി പോട്ടെ, അവിടെ നിന്ന് ഓട്ടം വിളിച്ച് ഉള്ളേരിയയിലോട്ട് പോകണം. അപ്പൊ വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാതെ പറ്റത്തില്ലല്ലോ. എന്നിട്ട് ആ വണ്ടി എടുത്തോണ്ട് വരുമ്പോൾ അവിടെ നിന്ന് പണി പൈസ അഡ്വാൻസ് കിട്ടും. അത് കൊണ്ടുവന്ന് ഞാൻ പാർട്ടി ഓഫീസിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നത് വെച്ചാൽ ഞാൻ കൊണ്ടുതരാം. വൈകിട്ട് വീട്ടിൽ കയറുമ്പോൾ മുത്തുലക്ഷ്മിക്ക് പൈസ കൊടുത്താൽ പോരെ? മതി. തരും. ഉള്ള എത്ര വെച്ചെടുത്തോ, 300 നോക്കണ്ട. ആ 20 രൂപ കൈ വെച്ചോ, ദാഹിക്കും. അപ്പൊ 340. ശരി, അപ്പൊ നമുക്ക് കാണാൻ ഞാൻ വിളിക്കാം. ശരി ഓക്കെ ആയിക്കോട്ടെ. എല്ലാ ദിവസവും വൈകുന്നേരം ഉണ്ട്. ഇയാൾ ഇനി എന്നെ എന്ന് കാണാനാ? സ്ഥാനാർത്ഥി ക്ലീറ്റസ് മത്തായിക്ക് അഭിനന്ദനങ്ങൾ. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ഗൾഫിലിരിക്കണ എൻ്റെ ഒരു ബന്ധുവാണ് ജോണി. അപ്പം ഇവനൊക്കെ എങ്ങനെ അറിയും? നമ്മളെ പാർട്ടിക്കകത്തൊരു ചർച്ച നടക്കണേ ഉള്ളൂ. അതിനിടയ്ക്ക് വിവരങ്ങൾ ഗൾഫിൽ അറിയണമെന്നുള്ളതാണ്. ഈ ഗൾഫിലിരിക്കണവരെ. നേതാവേ, നമുക്കേ കുറച്ച് ലഡു മേടിച്ച് എല്ലാവർക്കും കൊടുത്താൽ എന്താ? എന്തിനും അല്ല, സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമില്ലേ നേതാ? ഔദ്യോഗികമായ അറിയിപ്പൊന്നും വന്നില്ലല്ലോ. നമുക്ക് അതൊക്കെ ആയിട്ട് മതി. അതെങ്ങനെ? അപ്പുക്കുട്ട സാറ് ക്ലീറ്റോ നേതാവിനെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ച് കഴിഞ്ഞു. പിന്നെ നിലവിലുള്ള നമ്മുടെ മെമ്പർ അൻസാർ കെയും ക്ലീറ്റോ എന്നെ സ്ഥാനാർത്ഥിയാവണമെന്നാണ് ആഗ്രഹം. അതെയുമാ അൻസാർ ഒഴിഞ്ഞു പറയുന്നതാകും. അപ്പുക്കുട്ട നേതാവിനെ സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. അൻസാറിനേക്കാളും നല്ലൊരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ക്ലീറ്റോ നേതാവ് തന്നെ. ക്ലീറ്റോ നേതാവ് ഇവിടെ മത്സരിച്ചാൽ ജയിപ്പിച്ചിരിക്കും ഉറപ്പായിട്ട്. വരട്ടെ, നമുക്ക് ഔദ്യോഗികമായ പ്രഖ്യാപനമൊക്കെ വരട്ടെ. പ്രഖ്യാപനം വന്നു കഴിഞ്ഞില്ലേ? ഇല്ലല്ലോ. അപ്പുക്കുട്ട സാർ മേൽഘടകം തീരുമാനിച്ചതല്ലേ ഉള്ളൂ. ഇനി ഔദ്യോഗികമായ അറിയിപ്പെല്ലാം വരുമല്ലോ. അൻസാറേ വാ. ഇന്നെല്ലാവരും നേരത്തെ എത്തിയോ? അളിയ അഭിനന്ദനങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞാണല്ലോ, നമ്മുടെ DDP പാർട്ടിയുടെ സ്ഥാനാർത്ഥി പട്ടിക നിർണ്ണയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രഖ്യാപിച്ചില്ലല്ലോ. എല്ലാം ഏകദേശം അതല്ല, അങ്ങനല്ല. അത് അറിയിപ്പ് സാർ അറിയിച്ച് കഴിയും. മാധ്യമങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ബാക്കി അറിയിപ്പൊക്കെ വരും. അപ്പോഴേ പറഞ്ഞാൽ മതി. ഇപ്പം ഇങ്ങനെ ഇരിക്കട്ടെ, നിങ്ങൾ ചുമ്മാ ഇത് ചർച്ച ചെയ്ത് ഇതാക്കണം. അപ്പോൾ നമ്മുടെ വാർഡിലെ സ്ഥാനാർത്ഥി ക്ലീറ്റസ് മത്തായിയാണ്. അത് നമ്മളെല്ലാം തീരുമാനിച്ചില്ല. അളിയ എത്രയും പെട്ടെന്ന് അളിയ അഭ്യർത്ഥന നോട്ടീസ് ഇറക്കണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഞാൻ ഇറക്കിയതിൻ്റെ മാറ്റർ നമ്മുടെ പ്രസ്സിൽ കിടപ്പുണ്ട്. ഞാൻ വിളിച്ചെല്ലാം ഏർപ്പാട് ചെയ്തത്. അതെ, വരട്ടെ. ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം വാർഡ് നിർണ്ണയം ഈ നറുക്കെടുപ്പ് 2 ദിവസം കഴിയുമ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മളെ വാർഡ് വനിതാ വാർഡാണോ ജനറൽ വാർഡാണോ അതൊന്നും അറിയില്ലല്ലോ. അതൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് അതൊക്കെ ഇറക്കാം. അളിയ അത് ഒന്നും പേടിക്കേണ്ട, ഉറപ്പായിട്ട് നമ്മുടെ വാർഡ് ജനറൽ വാർഡ് ആയിരിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട് അളിയ, അതിനകത്ത് പോയാൽ 1500 രൂപ പോയി. അത് ഫോട്ടോ വെക്കണം. RDPക്കാർ 3 ദിവസം മുന്നേ പ്രവർത്തനം തുടങ്ങി. നമ്മളിങ്ങനെ ഇരുന്നാൽ പോരാ. പിന്നെ അല്ലാതെ ശരി, നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ഇത്തവണ ജയിക്കാൻ സാധിക്കൂ. അല്ല, അപ്പോൾ ഈ പിന്നെ നോട്ടീസിൻ്റെ അത് ഏർപ്പാട് ചെയ്തോളാം. ഞാൻ ഇപ്പം തന്നെ അഭ്യർത്ഥന അതിന് മാറ്റർ കൊടുക്കണ്ടേ? ഞാൻ എല്ലാം ഏർപ്പാട് ചെയ്യാം. ആളെ സമാനപ്പെട്ടു. സാറാണ്. കഴിഞ്ഞ ഇലക്ഷന് ഞാൻ ഇറക്കിയ അഭ്യർത്ഥന നോട്ടീസില്ലേ, അതിൻ്റെ മാറ്റർ നമ്മുടെ പ്രസ്സിൽ കിടപ്പുണ്ട്. അതിൽ എൻ്റെ പേര് മാറ്റിയിട്ട് കണ്ടൻ്റല്ല, മാറ്ററെല്ലാം ഒന്നും മതി. എൻ്റെ പേര് മാറ്റിയിട്ട് അവിടെ എല്ലാം ക്ലീറ്റസ് മത്തായി എന്ന് ചേർത്താൽ മാത്രം മതി. ഓക്കെ, അപ്പം നീ പ്രിൻ്റ് തുടങ്ങിക്കോ, ഞാൻ ആളെ വിട്ടോളാം. ഓക്കെ, ഫോട്ടോ ക്ലീറ്റസ് മത്തായിയുടെ ഒരു ഫോട്ടോ ഞാനിപ്പോൾ അങ്ങോട്ട് അയച്ചു തരുന്നുണ്ട്. ആ ഫോട്ടോയോടെ അതിനകത്ത് വെച്ചോ. ഓക്കെ, ശരി, ഓക്കെ. അപ്പോൾ അത് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നായരെ കടയിൽ നിന്ന് എല്ലാവർക്കും ഓരോ ചായയും കടിയും. സന്തോഷം. മറ്റന്നാളാണ് നറുക്കെടുപ്പ്. നമ്മുടെ വാർഡിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിന്ന് തോറ്റതാണല്ലോ.
അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ തന്നെ സ്ഥാനാർത്ഥിയാവണമെന്നാണ് മേൽഘടകത്തിൻ്റെ തീരുമാനം. അപ്പോൾ അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ആണ് ഇപ്പോൾ ഉള്ള ഒരു ശ്രമം. പക്ഷേ ഇതൊരു പ്രഖ്യാപനമല്ല. പ്രഖ്യാപനം മറ്റന്നാൾ നമുക്ക് നറുക്കെടുപ്പിന് ശേഷമേ ഉള്ളൂ. ഒരു പക്ഷേ കഷ്ടകാലത്തിന് ഇത് വനിതാ സംവരണം വല്ലതും വന്നാൽ അത് നമുക്ക് വലിയൊരു അടിയാവും. കാരണം അങ്ങനെ ആയാൽ അതൊരു പ്രശ്നമാണ്. അങ്ങനെ ആവാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് നേതാവേ. അഥവാ വനിതാ സംവരണ വാർഡ് ആയാലോ നമുക്കൊരാളെ വേണമല്ലോ. അപ്പം അത് നമുക്ക് നേരത്തെ തീരുമാനിച്ചു നോക്കണം. അത് ശരിയാ താൻ പറഞ്ഞതേ. കാരണം വെച്ചാൽ അതാകുമ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ മീറ്റിംഗ് കൂടി പോകണ്ട, പ്രചരണം വേഗം ഒന്ന് തുടങ്ങാം. നമ്മുടെ വാർഡിൽ അങ്ങനെ യോഗ്യതയുള്ള ഒരു സ്ത്രീ ഈ മത്സരത്തിന് നിൽക്കാനില്ല. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. പിന്നെ നമ്മൾ വേറൊരു വാർഡിൽ നിന്ന് ഒരാളിനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയാൽ ജയിക്കണമെന്നില്ല. നമ്മുടെ രാജേന്ദ്രന്റെ ഭാര്യയായാലോ, അവരെ കാണാൻ നല്ല സുന്ദരിയാ. അത്ര സുന്ദരിയായാലും സ്ത്രീകൾ വോട്ട് ചെയ്യത്തില്ല. അസൂയ, കുശുമ്പ്. അത് മാത്രമല്ല, അവർക്ക് നിൽക്കാൻ പറ്റില്ല, ഇലക്ഷന് നിൽക്കാൻ പറ്റില്ല. കാരണം അവർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ്. ശരിയാ. അവർക്കൊരിക്കലും നിൽക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ നിങ്ങൾക്ക് ഇന്ന് രാത്രി മുഴുക്ക സമയമുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കുക. വീട്ടിൽ പോയിട്ട് എല്ലാവരും ഒന്ന് ആലോചിച്ചിട്ട് ആരാണ് യോഗ്യത ഉള്ള ഒരു സ്ത്രീ എന്ന് വെച്ചാൽ എന്നോടൊന്ന് പറ. നാളെ നമുക്ക് അതിന് ചെയ്യാം. പിന്നെ എനിക്ക് ഇന്ന് അത്യാവശ്യമായിട്ടൊരു കാര്യത്തിന് പോകേണ്ടതാ. ഞാനൊന്ന് ഇറങ്ങുവാണേ. ഓക്കെ, ശരി. എത്ര നേരെ കറണ്ട് പോയിട്ട് നോക്കി നോക്ക്. ഈ ഉത്തരവാദിത്തമില്ലാത്ത KSB-കാരൊക്കെ എന്റെ കണ്ണിന്റെ മുമ്പ് പെട്ടാണല്ലോ, അടിച്ചോടിക്കും ഞാൻ. നമുക്കിവിടെ ഒരു സോളാർ വെച്ചാലോ? ഈ സോളാർ വെച്ചാലും കറണ്ട് പോകുമ്പോ പോകൂലേ? KSB-ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നല്ലേ? ആണോ? പിന്നെ അതെനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ നമ്മൾ ഇൻവെർട്ടറോടെ പഠിച്ചു വെക്കണം. ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ കറണ്ട് പോകുമ്പോഴും വരും. അപ്പൊ ഇൻവെർട്ടറും കൂടെ വാങ്ങിക്കണം. അപ്പൊ ചെലവല്ലേ? അതിനൊന്നും ആവശ്യം വരത്തില്ല. ക്ലീറ്റസ് മൊത്തം ഈ ഇലക്ഷൻ ജയിച്ചു നോക്കട്ടെ പോലും ഈ ഭാഗത്തോട്ടുള്ള കറണ്ട് കെട്ടിയ KSB താണ്ടെ കില പറയ്ക്കും. അതെ, നിയമസഭാ ഇലക്ഷൻ എന്നല്ല ഗ്ലേറ്റസ്റ്റ് മത്സരിക്കാൻ പോകുന്നു. ഒരു പഞ്ചായത്തിലൊരു വാർഡിലല്ലേ. അതുകൊണ്ട് ഈ ഇലക്ട്രിസിറ്റി ഓഫീസൊക്കെ ഒരു വാർഡിലാണോ നിൽക്കുന്നത്? ഹലോ അമ്മാവാ, അങ്ങനെ പറഞ്ഞല്ലേ. ഒരു മെമ്പറായി കഴിയട്ട് ഞാൻ ഈ വാർഡുണ്ടല്ലേ, വാർഡെന്നല്ല, ഞാൻ ഈ പഞ്ചായത്ത് തന്നെ ഒന്ന് അലക്കി വെളുപ്പിച്ചെടുക്കും. അത് കഴിഞ്ഞാണ്ടല്ലേ ഈ ഇലക്ട്രിസിറ്റിയുടെ മറ്റേ ഉദ്യോഗസ്ഥന്മാരൊക്കെ എൻ്റെ മുമ്പ് ഒന്ന് കാല് പിടിക്കും, എഞ്ചിനീയർമാർ. അല്ലാതെ അപ്പോഴും ഇതുപോലെ കാണണം. എടാ, ആദ്യം ഇലക്ഷന് നിൽക്കാൻ പറ്റുമോ നോക്ക്. നമ്മുടെ വാർഡിൽ നറുക്കെടുപ്പൊന്നും കഴിഞ്ഞിട്ടില്ല. നറുക്കെടുത്ത് കഴിഞ്ഞിട്ട് അത് ജനറലാണോ, ഹരിജനാണോ, വനിതാ സംവരണമാണോ എന്ന് അറിയണം. ജനറൽ ആണെങ്കിൽ മാത്രമല്ലേ നമുക്ക് മത്സരിക്കാൻ പറ്റൂ. നമ്മളത് മിക്കവാറും ജനറലായിരിക്കും. വനിതകളുടെ ആണെങ്കിൽ ചേച്ചിനെ മത്സരിപ്പിക്കണം. ചേച്ചിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ക്ലീറ്റോ ചേട്ടൻ ഭരിക്കണം. അങ്ങനെയല്ലേ നാട്ടിൽ നടപ്പു. ആ രണ്ടാം വാർഡിൽ ജയിച്ചത് ലത ചേച്ചിയല്ലേ. കാര്യങ്ങളൊക്കെ തീരുമാനിക്കണത് ആരാ? ഭർത്താവ് ശശിയേട്ടൻ. അതാ ഞാൻ പറഞ്ഞത്. അത് പറഞ്ഞപ്പോഴാ കഴിഞ്ഞ വർഷം പഞ്ചായത്ത് ഇലക്ഷന് കൊടങ്ങാവളെ മെമ്പറാക്കാൻ വേണ്ടി റോസ്മേരി ഒരു നോട്ടം ഉണ്ടായിരുന്നു. ആരാ? DDT പാർട്ടിയാ? അവിടെ കൊടങ്ങാവളെ DDT ഇല്ലല്ലോ. അവിടെ DDT എന്ന് പറഞ്ഞ ഉറുമ്പോടി തന്നെ ഇപ്പൊ. ഞാൻ പറഞ്ഞ തങ്കം ചേട്ടത്തിരിക്കും, നമുക്ക് ജയിപ്പിക്കാം. അങ്ങനെ തങ്ക ഇലക്ഷൻ എന്നിട്ട് ഇവിടെ ഒരുത്തനും ജയിക്കണ്ട. ഞാന് അവളെ മാനമര്യാദയുള്ള പെണ്ണായിട്ടാണ് വളർത്തിയത്. അത് ശരി. അതെന്തമ്മ അങ്ങനെ പറയുന്നത്? ഇന്ദിരാഗാന്ധി മാനമര്യാദക്കല്ലേ വളർന്നത്? അവള് ഇലക്ഷന് നിൽക്കുന്നില്ല, അത്രേ ഉള്ളൂ. അവളെ ഇലക്ഷൻ എന്താ നമുക്കൊരു അഭിമാനമല്ലേ? അവളെ ഇലക്ഷൻ എന്നിട്ട് ജയിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പോകുമ്പോൾ എല്ലാവരും പറയില്ലേ, കണ്ടോ മെമ്പർ തങ്കത്തിന്റെ അമ്മ അതാ പോണു, മെമ്പർ തങ്കത്തിന്റെ അമ്മാവൻ അതാ പോണു. ഇനി അവള് പ്രസിഡന്റ് ആയിന്ന് വെച്ചോ, പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കത്തിന്റെ അമ്മാവനല്ലേ പോണെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ? ജയിക്കണ്ടേ? എന്താ എനിക്ക് അങ്ങനെ പറയുന്നത്? എന്താ അവള് ജയിക്കണ്ടേ? അയ്യോ എന്റെ ചേട്ടാ, ഞാനൊരു ഇലക്ഷന്റെ നിയമം പറഞ്ഞതല്ലയോ. ഇവിടെ തെരഞ്ഞെടുപ്പിന് നിന്നാ മതിയോ? ജയിച്ചെങ്കിലല്ലേ മെമ്പർ ആവത്തുള്ളൂ. അതല്ലേ നിയമം. അതെ, ഇനിയിപ്പൊ അതിന്റെ പേരിൽ ആരും വഴക്കുണ്ടാക്കണ്ട. അമ്മായിനോട് നിർക്കിക്കണ്ട, അമ്മാനെ നിർക്കിക്കണ്ട. ഞാൻ ഇലക്ഷൻ നിർക്കും. മണ്ടത്തരം പറയല്ലേ. എങ്ങാനും ജയിച്ചാ തങ്കച്ചേട്ടി ലൈഫ് കളറാവും. കളറ് മാറും. പിള്ളേരുടെ അപ്പ എന്തേ പൊതുജീവിതം എന്നും പറഞ്ഞ് ജീവിതം ഒഴിഞ്ഞു വെച്ചേക്കുക. നീ ഇനിയിപ്പോൾ അത് ഓർത്ത് ടെൻഷൻ അടിക്കാതെ വേണ്ട. എൻ്റെ അളി അങ്ങനെ പൊതുസേവനത്തിന് വേണ്ടി ജീവിതം മൊത്തത്തിലങ്ങോട്ട് മാറ്റി വെച്ചിട്ടൊന്നുമില്ല. അവൻ ബ്രോക്കർ പണി ചെയ്യും, അവൻ റിയൽ എസ്റ്റേറ്റ് ചെയ്യും, അവൻ സകല തട്ടിപ്പും ചെയ്തിട്ട് സമയം കിട്ടുമെങ്കിൽ മാത്രമല്ലേ. മതിയാക്ക്, നീ മരത്തെ വർത്താനം പറയല്ലേ. ഞാൻ നിന്നെ വല്ല തട്ടിക്കാനോ വെട്ടിക്കാനോ വന്നു ഇല്ലല്ലോ.
പിന്നെ നീ അങ്ങനെ സംസാരിക്കണത്? മച്ചമ്മേ പിന്നല്ല ഈ നിലപാട് ശരിയല്ല. ഇലക്ഷൻ കഴിയുന്നിടം വരെ ഒരാളോട് പോലും ദേഷ്യപ്പെട്ട് സംസാരിക്കരുത്. കാരണം ഇലക്ഷൻ വരുവാ. ഇങ്ങനെ എല്ലാവരോടും ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇലക്ഷന്റെ വോട്ട് മറിയും. ചൊറിയാൻ വന്നാ പിന്നെന്ത് ചെയ്യും? എല്ലാവരോടും സ്നേഹത്തെ പെരുമാറണം. ചൊറിയുടെ വർത്താനം പറഞ്ഞ പിന്നെ അല്ലേ ഇവ ഇലക്ഷനിൽ നിന്ന് നമ്മുടെ നാട്ടുകാരൊക്കെ പിന്നെ വോട്ട് ചെയ്യുമോ? പിന്നെ കിട്ടാത്തത് നാട്ടുകാരുടെയൊക്കെ കണ്ണിൽ ഉണ്ണിയാണ്, അവരുടെയൊക്കെ ഹൃദയത്തിൽ ഞാനേ ഉള്ളൂ. ശരിയാ. ഓ അല്ല ഈ നമ്മുടെ ഈ മറ്റേ വളവിലെ ഉത്തമന്റെ കുടുംബത്തിലെ 14 വോട്ടുണ്ട്. അത് നമുക്ക് കിട്ടുമോ? അത് കിട്ടൂല. ഈ ഉത്തമനൊരു മോനില്ലേ, ഒരു തലതെറിച്ച് തീർക്കാൻ. അവൻ നമ്മുടെ മുകുന്ദന്റെ ഗൾഫിൽ നിന്ന് വന്ന മുകുന്ദനില്ലേ, അയാളുടെ ഭാര്യനെ കാണാൻ വേണ്ടിയിട്ട് പാതിരാത്രിക്ക് ആ വീട്ടിൽ ചെന്ന് കയറി. നാട്ടുകാരെല്ലാം കൂടി പിടിച്ചെന്തോ ഒച്ച കേട്ടിട്ട് ഉടനെ തന്നെ ക്ലീറ്റോനെ വിളിച്ച്. ക്ലീറ്റോ രണ്ടും കൽപ്പിച്ച് അവിടെ ചെന്നപ്പോഴത്തേക്കും പോലീസിനെ വിളിച്ച് ഈ ചെറുക്കനെ കൈയോടെ പോലീസിന്റെ കയ്യിൽ കൊടുത്തു. ആ ഉത്തമനും മോനും കാല് പിടിച്ചു പറഞ്ഞു നാട്ടുകാരെ അറിയിക്കല്ലേ എന്ന്. ക്ലീറ്റോ കേട്ടില്ല, പോലീസിനെ വിളിച്ച് ആ ചെറുക്കനെ കൊടുത്ത്. അന്ന് മുതല് പോയി. 14 വോട്ടും പോയി. അനുഭവിക്കട്ടെ. അല്ല ഇവന് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന? പിന്നെ കൊള്ളരുതായി കാണിച്ചാ വെറുതെ നോക്കിയിരിക്കാം. അല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് മുകുന്ദന്റെ വീട്ടിലെ വോട്ട് കിട്ടത്തില്ല. അവിടെ ചെന്ന് കയറിയവനേല് നമ്മൾ പോലീസിൽ പിടിപ്പിച്ചേ. ആ നന്ദി കാണിക്കാതിരിക്കും അയാള് കാണിക്കൂല. അതൊരു കണക്കിന് കിട്ടുന്നേ. ആ മുകുന്ദന്റെ അനിയൻ പൗത്രനെ ഞാൻ കണ്ടിരുന്നത്. അവൻ പറയാണ് അന്നേ ഈ പറഞ്ഞ വന്നവനെ ഇത് ചെവി അറിയാതെ ഒരു അടിയും കൊടുത്തങ്ങ് വിട്ടാൽ മതിയായിരുന്നു. ഇത് നേരെ സ്റ്റേഷനിൽ കൊണ്ടുവന്നാണ് ഈ പ്രശ്നം മൊത്തം ആയത്. നാട് മൊത്തം അവർ നാറിയല്ലോ. അപ്പൊ അവർക്ക് ഇവരോട് ശത്രുതയാണ്. ഇവനെ കണ്ടടിക്കാൻ വേണ്ടി നടക്കണവര്. ആ പെണ്ണിന് നാണക്കേടായില്ല. അല്ല കുടുംബം നാറിപ്പോയില്ലേ? അപ്പൊ ആ വീട്ടിലെ വോട്ട് പോയിന്നേ. പിന്നെ ഉണ്ടായിരുന്നത് നമുക്ക് അവിടെ ഉള്ളത് ആ കോളനിയാണ്. കോളനി ഒരു 10-28 വോട്ടുണ്ട്. അതെന്തായാലും കിട്ടൂല. അതെങ്ങനെ കിട്ടാനാണ്? ഇടേ ആ ഹുസൈന്റെ പേരോടാണ് ഫ്രണ്ട് കിടക്കുന്നത്. ഹുസൈനോട് 1 സെന്റ് വിട്ടുകൊടുത്താൽ ബാക്കിലുള്ള ആ 24 കുടുംബക്കാർക്കും താമസിക്കാൻ പറ്റും. അപ്പൊ ചെറിയ വഴിയാണെന്നേ, 3 ലിങ്ക്സ് പോലും ഇല്ല. അപ്പൊ അവര് ഇങ്ങനെ ഹുസൈൻ്റെ അടുത്ത് സംസാരിച്ച് പല പ്രാവശ്യം പറഞ്ഞു. പക്ഷെ ഹുസൈൻ വിട്ടുകൊടുക്കൂല. അപ്പൊ ഇവർ തമ്മിൽ വഴക്കായ സമയത്ത് ഹുസൈൻ ഇവനെ കൂട്ടുപിടിച്ചു. അങ്ങനെ ഇവൻ ഹുസൈന്റെ കൂട്ട് ചേർന്നിട്ട് ഹുസൈൻ പറയുന്നതാണ് ശരിയെന്ന്, 3 ലിങ്ക്സ് മാത്രം മതി വഴിയെന്നും അങ്ങോട്ട് വണ്ടി പോണ്ടെന്ന് പറഞ്ഞ് തർക്കിച്ചു. അപ്പൊ 24 കുടുംബക്കാരും എന്ത് കിട്ടി? വഴിയില്ലാതായി. പിന്നെ അവര് പൈസ കൊടുത്തിട്ടാണ് ഹുസൈൻ്റെ ആ സാധനം വാങ്ങിയത്. പൈസ കൊടുത്തിട്ടാണ് മേടിച്ചില്ലേ? 1 സെന്റ് ഇരട്ടി പൈസ കൊടുത്ത് മേടിച്ചിരുന്നു. അല്ല ഇപ്പൊ കോളനിക്കാർ വോട്ട് കൊടുത്തില്ലേ? ഈ ഹുസൈന്റെ വീടും വലിയ കുടുംബം. അവര് തന്നെ 10-45 പേരുണ്ട്. അവര് ഈ പഞ്ചായത്ത് തന്നെ ചെതറി കിടക്കുക. 10-45 വോട്ട് കിട്ടും. അങ്ങനെ ആയാലും കിട്ടിയാണെങ്കിൽ തന്നെ അതിന് കമ്മീഷൻ 25,000 രൂപ അല്ലെങ്കിൽ മേടിച്ചേക്കും. 25,000 ആദ്യം പറഞ്ഞു. എല്ലാം ശരിയാ വന്നപ്പോഴേ 30,000 വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഹുസൈനായിട്ട് തുടങ്ങി. ഹുസൈൻ ആ വീട്ടിൽ കയറ്റില്ല. അപ്പൊ അതും പോയി. പിന്നെ എങ്ങനെ ജയിക്കുന്ന കരുതിട്ടപ്പോ നീ ഇലക്ഷൻ നിൽക്കണം? ഇതിനൊക്കെ മത്സരിക്കണേന് പൈസ കെട്ടിക്കേണ്ടി വരുമോ? പിന്നെ കെട്ടിവെക്കണ്ടേ? പൈസ കെട്ടിവെക്കണം. അല്ല അത് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടത്തില്ലേ? ഇങ്ങനെയാണ് മച്ചമ്പയുടെ കാര്യത്തിൽ അതിനകത്ത് വലിയ ഉറപ്പൊന്നുമില്ല. കുറെ നേരമായില്ല എല്ലാം കൂടെ ഇരുന്നിട്ട് എന്നെ അങ്ങോട്ട് ആക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ ആരും എന്നെ സഹായിക്കണ്ട. ഞാൻ ഇലക്ഷന് നിൽക്കും, ഞാൻ പഞ്ചായത്ത് മെമ്പറാവും, ചിലപ്പോൾ പ്രസിഡന്റ് ആയിരിക്കും. കാണിച്ചു തരാം ഞാൻ. കുറെ നേരമായി എല്ലാം കൂടെ തട്ടി തറഞ്ഞു പോരണ്ട. പറഞ്ഞ പോലെ തന്നെ ഇവിടത്തെ വോട്ടും പോയല്ലോ. നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇലക്ഷനെ മുൻനിർത്തിയുള്ള നമ്മുടെ ഒരു യാത്രയാണ്. പക്ഷേ നമ്മൾ ചെല്ലുന്ന വീട്ടിൽ അവർക്ക് നമ്മൾ ഇലക്ഷനായിട്ടോ വോട്ട് ചോദിക്കാനോ പോകണമായിട്ട് തോന്നരുത്. നമ്മൾ വെറും സാധാരണക്കാർ. നമ്മളിങ്ങനെ അവരെ പോകുന്നു, അവരെ അസുഖം എന്താണെന്ന് രോഗം വിവരങ്ങൾ അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ ബുദ്ധിമുട്ടും അതൊക്കെ അന്വേഷിക്കുന്നു, അവരൊന്ന് ആശ്വസിപ്പിക്കുന്നു, എന്തെങ്കിലും ഒരു ചെറിയ സഹായം നമ്മൾ അവർക്ക് കൊടുക്കുന്നു. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇത് അളിയൻ പറഞ്ഞത് ശരിയാ. ഇല്ലെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് വോട്ട് ചോദിച്ച പോലെ ആയി പോകും. ജയിലിൽ കിടക്കാതെ മതി. പിന്നെ ഞാൻ ഇലക്ഷൻ ഉണ്ടാവോ? ഇലക്ഷൻ ഉണ്ടെങ്കിൽ അല്ല ജയിൽ മെമ്പർ ആവുമല്ലോ. ജയിൽ മെമ്പറായ അവിടെ തന്നെ ഗോതമ്പുണ്ടേ നിന്ന് അവിടെ കിടക്കാം. എൻ്റെ പൊന്ന് നടരായ വോട്ടോ ഇലക്ഷനോ അതൊന്നുമല്ല നമ്മൾ അതിനല്ല പോണത്. അത് മനസ്സിരുന്നോളണം. പിന്നെ ഞാൻ ചോദിക്കുമ്പോൾ ആവശ്യപ്പെടുമ്പോൾ ഒരു 2,000 തരിക അവർ കൊടുക്കാൻ. ഇത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആവശ്യമില്ലാത്ത അതും ഇതും പറഞ്ഞു കളയല്ലോ കേട്ടോ നടരായ. അതെൻ്റെ നഖം വെട്ടുകയാണല്ലേ? നല്ലതാ നഖമൊക്കെ വെട്ടി വൃത്തിയായിരിക്കണം എപ്പോഴും. എനിക്ക് വയ്യാത്തുള്ളൂ. എങ്ങനെയുണ്ട് ഇപ്പോൾ? കുഴപ്പമില്ല. 3 മാസമായി. 3rd സ്റ്റേജാണ്. കീമോ ചെയ്തുകൊണ്ടിരിക്കുക.
എന്താ കൈ എന്താ എന്ത് പറ്റി? അത് ബാത്റൂമിൽ തന്നെ ആ പഴയ ഓർമ്മ പ്രശ്നം. ഓർമ്മക്കുറവുണ്ട്. പണ്ടത്തെ തെങ്ങ് കയറ്റമൊക്കെ അതെല്ലാം ഇങ്ങനെ ഓർമ്മയില്ല. അതാണ് ഇപ്പൊ. സാർ പറഞ്ഞതിന് നന്ദി സാർ. ഓ ഓ ഓ ഞങ്ങളിങ്ങനെ ഒന്ന് കാണാൻ വേണ്ടി വരാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. ബുള്ളറ്റി പപ്പായും കഴിച്ച് ഏതൊക്കെ ക്യാൻസറും പമ്പ് കിടക്കും. ഇതിനൊന്നും നാട്ടുവൈദ്യമല്ല ഉപയോഗിക്കണം. ഇതിനൊക്കെ മോഡേൺ മെഡിസിൻ ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ ആള് തട്ടിപ്പോകും. എന്താ ചേട്ടാ ഇത്? ഇങ്ങനെയാണോ ഒരു വീട്ടിൽ ഒരു രോഗിയെ കാണാൻ വന്ന് സംസാരിക്കുന്നത്? അത് സംസാരത്തിൻ്റെ ഒരു ആവശ്യത്തിൽ പറഞ്ഞു പോയി. അസുഖം ഭേദമാകാൻ ഇംഗ്ലീഷ് മരുന്നാണല്ലോ എന്നുള്ള ഇതിൽ പറഞ്ഞതാണ്. ആ അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ലല്ലോ അല്ലേ? നിങ്ങൾ തന്നെ നോക്കണല്ലേ? ഞാൻ തന്നെ കാര്യങ്ങൾ നോക്കണത്. ആ ആ ആ ഇനിയിപ്പോൾ എന്നാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട? ഇപ്പം നാളെ കൊണ്ടുപോകുന്നു. പോകണം അല്ലേ? ഓ ശരി ശരി. ഞങ്ങൾ കുറേ നാളായിട്ട് വരണമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് വിവരം അറിഞ്ഞത് ഇച്ചിരി വൈകിയാണ്. അതാണ്. 3-4 മാസം ആയല്ലോ, ആരെയും ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. എന്നിട്ട് അല്ല അതാ പറഞ്ഞത്. ഞങ്ങളിപ്പോൾ ഈ ഒരു നമ്മളൊരു 4 ദിവസമായി അല്ലേ ഇത് അറിഞ്ഞിട്ട്. അപ്പോഴാണ് അറിഞ്ഞത്. പിന്നെ അപ്പം എന്തായാലും ഇനി ആശുപത്രിയിലൊക്കെ പോകാനും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. ഇത് ഇരിക്കട്ടെ കേട്ടോ. ശരി. അപ്പം ഞങ്ങളെ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കും. ചേട്ടനെപ്പോലുള്ള ഒരാളെന്ന് പറയുന്ന ഈ നാടിൻ്റെ ഒരു ആവശ്യമാണ്. ഞങ്ങൾ മനസ്സ് അറിഞ്ഞ് പ്രാർത്ഥിക്കും. എല്ലാ ആരോഗ്യ സൗഖ്യവും ദൈവം തരട്ടെ. ഞങ്ങൾ 3 ആളും കൂടി സർവ്വത പ്രാർത്ഥന നടത്തുന്നുണ്ട്. പിന്നെ ഈ പൈസ വന്ന് ഇലക്ഷൻ വേണ്ടി വോട്ടിന് വേണ്ടിയല്ല. അപ്പം ശരി എന്നാ നിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് നിറയെ ആവശ്യമില്ലാതെ വിടുവോ ഇത്ര. അതെ ചേട്ടന്മാരെ, ഒന്ന് നിന്നേ. നിങ്ങൾ 3 പേരുടെ സർവ്വമത പ്രാർത്ഥന നടത്തി എൻ്റെ അച്ഛൻ്റെ ആയുസ് എങ്ങനെ നീണ്ടുപോയാൽ നിങ്ങളെ 3 പേരെ ഞാൻ ശരിയാ. എന്താ അങ്ങനെ പറയണത്? ഞാനേ എൻ്റെ ഉള്ള പണിയെല്ലാം കളഞ്ഞിട്ട് അവിടെ നിൽക്കുന്നത് അറിയാമോ? കുടുംബം പട്ടിണിയിലാണ്. ആര് ചെലവിന് തരും? അപ്പം വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ എൻ്റെ ഭാര്യ, അളിയൻ, അവളെ 2 സഹോദരിമാരും, അച്ഛനും അമ്മയും. അളിയൻ എത്ര വയസ്സുണ്ട്? അളിയനൊരു 32 വരും. അപ്പോൾ എത്ര ആരൊക്കെയാണ്? അളിയൻ, അളിയൻ, ഭാര്യ, അച്ഛനമ്മ, അവളെ 2 സഹോദരിമാരും. ദാരിദ്ര്യം ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും വരും. ഞങ്ങളെ എന്ന് പറഞ്ഞ് വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഇത് കൊണ്ടുപോയിട്ട് എന്താന്ന് വെച്ചാൽ വീട് സാധനമൊക്കെ മേടിച്ച് വല്ലതൊക്കെ വേവിച്ച് കഴിക്കാൻ നോക്കും കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും നടക്കില്ല. നാളെ ഞാൻ പോണ വഴിക്ക് മേടിച്ചോ. പോകുന്ന എവിടേക്ക്? ഞാനിവിടെ അല്ലല്ലോ താമസം, ഞാൻ ഭാര്യയുടെ വീട്ടിലില്ലേ. അതവിടെ 21 വാർഡിൽ. 21ാമത്തെ വാർഡ്? അതെ. അപ്പം ഇവിടെ അച്ഛനമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ വല്ലപ്പോഴും വന്ന് അച്ഛനെ നോക്കിയിട്ട് പോകാറ്. അവർ ഈ വാർഡിൽ അല്ല? അല്ല. ശരി. സോറ് ആളെ പറ്റുന്ന കേട്ടോ, ഉടനെ കയറെടുത്തോളാം കേട്ടോ. എന്ത് നീ അല്ലേ പറഞ്ഞ പൈസ കൊടുക്കാൻ? അളിയനല്ലേ എന്നിട്ട് പറഞ്ഞ ആ റോട്ടുണ്ട് കൊടുക്കുന്നത്. നീ അല്ലടാ പറഞ്ഞത് വല്ല വാർഡിൽ കിടക്കുന്ന ആൾ അറിഞ്ഞു തുടങ്ങി ചാടി കയറിയത്. ഇനിയിപ്പോൾ വന്നത് വന്നല്ല, പോയത് പോയി. 4000 രൂപ പോയി. നിങ്ങൾക്കൊന്നും നഷ്ടമല്ലല്ലോ. പൈസ ഒപ്പിക്കണതിന് ബുദ്ധിമുട്ടുണ്ടോ? പൈസ ചോദിച്ചോ. നമുക്ക് ആ സുധാറിൻ്റെ വീട്ടിലോട്ട് പോവാം. അവിടെ നമുക്ക് 4 വോട്ട് കൺഫേം ആവാം. ഇതിപ്പോൾ ആര്? പറടാ. ആണോ? ശരി ഞാൻ വിളിക്കാം കേട്ടോ. പോവാ, ഇനി കഥയും പറഞ്ഞോണ്ടിരിക്കാതെ. അല്ല അളിയ, അതെ ചെറിയൊരു പ്രശ്നമുണ്ട്. സുധാറിനൊന്നും പറ്റിയാ? സുധാറിനൊന്നും പറ്റില്ല, ചെറിയൊരു പ്രശ്നമുണ്ട് അളിയ. എടാ നിനക്ക് എന്തോന്ന്? നീ എന്തൊന്ന് പ്രശ്നം? നീ കാര്യം പറയണേ. ഞാൻ ഇപ്പം അളിയൻ്റെ അടുത്ത് ഇത് എങ്ങനെ പറയാനോ? നീ ഇപ്പം മലയാളം അല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്? ആ മലയാളത്തിൽ എന്നോട് പറയാം, എനിക്കതെല്ലാം മനസ്സിലാവും. നിന്റെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? സമയം കളയാതെ കാര്യം പറ. അളിയ, ഇപ്പൊ വന്ന ഫോണേ നമ്മുടെ വാർഡ് നറുക്കെടുപ്പിന്റെ ഫലമാണ് വിളിച്ചു പറഞ്ഞത്. നമ്മുടെ ഈ വാർഡ് വനിതാ വാർഡാക്കി. വനിതയ്ക്കാണ് നറുക്ക് വീണത്. വിഷമിക്കണ്ട. വനിതാ വാർഡ് ആക്കിയത് ഏതായാലും നന്നായി. ഇനി സുധാകരന് പൈസ കൊടുക്കണ്ടല്ലോ.